ഹലോ, അസ്സലാമു അലൈക്കും. നോമ്പല്ലേ വരുന്നത്. അപ്പം നമുക്ക് അത്താഴത്തിനൊക്കെ ചോറിന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അച്ചാർ വേണ്ട. അതിന് നല്ല നെല്ലിക്ക അച്ചാറിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നെല്ലിക്ക ഉപ്പിലിട്ടതായാലും വേണ്ടില്ല, അല്ലെങ്കിൽ പച്ച നെല്ലിക്ക കുറച്ചൊരു ചൂടുവെള്ളത്തിലൊന്നിട്ട് വേവിച്ചിട്ട് എടുത്താലും വേണ്ടില്ല. എന്നിട്ട് ചെറിയ അല്ലിയായിട്ടാണ് അരിഞ്ഞു വെക്കണം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിന് നല്ലെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ലെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇടുക. കടുക് നല്ല പൊട്ടി വന്നാൽ കരിവേപ്പില ഇടുക. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ആദ്യം കരിവേപ്പിലിട്ടതിന് ശേഷം പിന്നെ പച്ചമുളകും ഇഞ്ചിയാണ്. ഇഞ്ചി കുറച്ചിടണുള്ളൂ കേട്ടോ. പക്ഷേ വെളുത്തുള്ളി കുറച്ച് അധികം ഇടുന്നുണ്ട്. കാരണം അച്ചാറിന് വെളുത്തുള്ളി നല്ലതല്ലേ. അപ്പോൾ കുറച്ചധികമാണ് വെളുത്തുള്ളി ഇടുന്നത്. അങ്ങനെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലൊക്കെ ഇട്ട് നല്ലതുപോലെ വഴറ്റണം. പച്ചമണം മാറുന്ന വരെ വഴഞ്ഞെടുക്കണം. കാരണം എന്താ വെച്ചാൽ കുറച്ച് പച്ചപ്പ് ഉണ്ടെങ്കിൽ അച്ചാർ കേടുവരാൻ സാധ്യത ഉണ്ട്. നല്ലെണ്ണയിലല്ലേ വഴറ്റിട്ടിക്കണം. കുറച്ചധികം നല്ലെണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലപോലെ എണ്ണയിൽ വഴഞ്ഞു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അരിഞ്ഞു വെച്ച നെല്ലിക്ക അതിലേക്ക് ഇടുക. എന്നിട്ടൊരു നുള്ളി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് നല്ലതുപോലെ വഴറ്റണം. ഈ നെല്ലിക്ക തന്നെ നല്ല ഈ എണ്ണയിൽ കടന്നിട്ട് നല്ല വേവണം. പിന്നെ അതിലത്തെ വെള്ളം വറ്റുന്ന വരെ ഇളകിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല വെള്ളം വറ്റി നെല്ലിക്കൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരുന്ന സമയത്ത് 2-3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പച്ചമണം മാറുന്ന വരെ മുളകിൻ്റെയും മഞ്ഞളിൻ്റെയും പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ല ഇളകി മുളകും മഞ്ഞളും പിന്നെ നെല്ലിക്കൊക്കെ കൂടി നല്ല ജോയിൻ്റായി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ചേർക്കുന്നത് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണ്. ആദ്യം ഉലുവ ചീനച്ചട്ടി എടുക്കുക, അതിലേക്ക് ഉലുവ ഇടുക. ഉലുവ ഏകദേശം നല്ല കളറ് മാറിയിട്ട് പൊട്ടി കളറ് മാറുന്ന സമയത്ത് കടുക് ഇടുക. അപ്പോൾ രണ്ടും നല്ലതുപോലെ പൊട്ടി വരണം. എന്നിട്ട് തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ കേട്ടോ. നല്ല പൊടിച്ചെടുക്കാൻ പാടില്ല. അതിന് തരുത്തരുന്നതിന് വേണം, എന്നാലും അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ ഉലുവടി കടുകിൻ്റെയും ഒക്കെ നല്ല മണമാണ് വറുക്കുമ്പോൾ തന്നെ. അപ്പോൾ അതുകൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അത് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് അത് 1-2 ടീസ്പൂൺ അതിലേക്ക് ഇടുക. പിന്നെ ചേർക്കുന്നത് കായാണ്. കായപ്പൊടി 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ വിനാഗിരി കുറച്ച് ഒഴിക്കുക. പിന്നെ ചേർക്കണം കുറച്ച് പിന്നെ ശർക്കരക്ക് പകരം ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. അത് കുറച്ച് അതിൽ ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റണം. അപ്പോൾ കുറച്ച് എണ്ണ അധികം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നെല്ലിക്ക പറഞ്ഞത് അയൺ കൂടുതലുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും കഴിച്ചാലും അസുഖം ഇതൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നെല്ലിക്ക നല്ല മരുന്നാണ്. അപ്പോൾ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അച്ചാറിട്ട് വെച്ചാൽ കേടുവരാതെ കുറേ ദിവസം ഇരിക്കും. എന്നിട്ട് വിനാഗിരി വെച്ച് നല്ലതുപോലെ ഇളക്കിയിട്ട് ചൂടാറിന് ശേഷം നല്ലൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം ഉപയോഗിക്കാം. അങ്ങനെ നെല്ലിക്കച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ.